ഇന്ത്യ സഖ്യത്തിനെതിരെ തുറന്നടിച്ച് CPI കരട് രാഷ്ട്രീയ പ്രമേയം. സഖ്യത്തിന്റെ ഏകോപനം കാര്യക്ഷമമായില്ലെന്ന് പ്രമേയത്തിൽ വിമർശിച്ചു. സീറ്റ് വിഭജന ചർച്ചകളിൽ വിലപേശലുകൾ നടന്നു. ഇത് പലപ്പോഴും സുഗമവും യോജിച്ചതുമായ പ്രചാരണത്തിന് തടസ്സമായെന്ന് പ്രമേയത്തിൽ പറയുന്നു. കഴിഞ്ഞ കാലങ്ങളെ പഠിച്ചു മാത്രമേ കോൺഗ്രസ് തീരുമാനമെടുക്കാവൂ എന്നും CPI മുന്നറിയിപ്പ് നൽകുന്നു. വിവരങ്ങളുമായി S. നന്ദഗോപൻ ചേരുകയാണ്. നന്ദൻ, ഏത് തരത്തിലാണ് വിമർശനം, പ്രമേയത്തിലെ മറ്റു കാര്യങ്ങൾ? സുരേഷ്, ഇന്ന് വൈകിട്ട് ഡി രാജ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം രൂക്ഷമായ ഭാഷയിലല്ല വിമർശിച്ചിരുന്നെങ്കിലും രൂക്ഷമായ വിമർശനമാണ് ഇന്ത്യ സഖ്യത്തിനും സഖ്യത്തിന് നേതൃത്വം നൽകുന്ന കോൺഗ്രസിനുമെതിരെ ഉയർത്തിയിരിക്കുന്നത്. സഖ്യത്തിൻ്റെ എല്ലാ സാധ്യതകളും ഇതോടുകൂടി അവസാനിച്ചു എന്ന തരത്തിലായിരുന്നു ഡി രാജയുടെ സംഭാഷണം എന്ന് വേണം വിലയിരുത്താൻ. ഇന്ത്യ സഖ്യത്തിൻ്റെ ഏകോപനം കാര്യക്ഷമമല്ല എന്നുള്ള വിമർശനം ഈ CPIയുടെ കരട് രാഷ്ട്രീയ പ്രമേയത്തിൽ ഉൾപ്പെടുത്തിയതായി അദ്ദേഹം സൂചിപ്പിച്ചു. സഖ്യത്തിൽ നിരവധി തടസ്സങ്ങളുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. പ്രധാനമായും ഈ തടസ്സങ്ങൾ കാരണം ഇന്ത്യ സഖ്യം എന്താണോ ലക്ഷ്യം വെച്ചത് ആ ലക്ഷ്യത്തിലേക്ക് കടക്കുവാൻ വേണ്ടി കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഡി രാജയുടെ പ്രധാന വിമർശനം. ഒപ്പം തന്നെ സീറ്റ് വിഭജന ചർച്ചകളായിരുന്നു ഏറ്റവും വലിയ തർക്ക വിഷയം എന്നുള്ളതാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. നമുക്കറിയാം, പല സംസ്ഥാനങ്ങളിലും പ്രത്യേകിച്ച് പഞ്ചാബിലും അതേപോലെ തന്നെ ഹരിയാനയിലും ഒക്കെ അടക്കം ഇത്തരം സഖ്യ സാധ്യതകൾ മുൻനിർത്തിയുള്ള ചർച്ചകൾ വന്നപ്പോൾ കോൺഗ്രസ് ഏകപക്ഷീയമായി തങ്ങളുടെ ഇത്ര സീറ്റ് വേണം എന്നുള്ള നിലപാട് നേരത്തെ പ്രഖ്യാപിച്ച് മറ്റ് സഖ്യകക്ഷികൾക്ക് യാതൊരു തരത്തിലുള്ള പരിഗണനയും നൽകിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതാണിപ്പോൾ CPI ഒരിക്കൽ കൂടി ചൂണ്ടിക്കാണിച്ചത്. ഈ പലപ്പോഴും സുഗമമായ യോജിച്ചതുമായ പ്രചരണം ഈ സഖ്യത്തിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല. പലപ്പോഴും ഇത് പല രീതിയിലും തടസ്സങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ് ഡി രാജ ചൂണ്ടിക്കാണിക്കുന്നത്. കോൺഗ്രസ് ഈ കഴിഞ്ഞകാല ചരിത്രം കൂടി മനസ്സിലാക്കി വേണം ഇനി പ്രവർത്തിക്കാൻ എന്നുള്ള ഒരു നിർദ്ദേശവും പ്രധാനമായും CPIയുടെ ജനറൽ സെക്രട്ടറി ഡി രാജ മുന്നോട്ട് വെക്കുന്നു. സഖ്യ സാധ്യതകൾ ഏതാണ്ട് തകർന്നു എന്ന് വേണം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്ത്യ സഖ്യം ഇപ്പോൾ ഈ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായിട്ട് തന്നെ ഈ ഇന്ത്യ സഖ്യത്തിൻ്റെ യോഗം വിളിക്കണമെന്ന് CPIയും CPMും ആവശ്യപ്പെട്ടിട്ട് അതിന് സാധ്യമല്ല എന്ന് കോൺഗ്രസ് നിലപാടെടുത്തു. ശക്തമായ സമ്മർദ്ദത്തിനൊടുവിൽ ഓൺലൈൻ യോഗം ചേരാമെന്നുള്ള ഒരു തീരുമാനം. ഇന്ത്യ സഖ്യം ഇനി ഒരു തിരിച്ചുവരവ് ഇല്ലാത്ത വിധം നാമവിശേഷമായി എന്ന് വേണം ഈ ഒരു പ്രമേയത്തിലും ഈ ഒരു വിമർശനത്തിലൂടെ നമുക്ക് വ്യക്തമാകാനല്ലേ? തീർച്ചയായിട്ടും സുരേഷ്, കാരണം ഈ ഇന്ത്യ സഖ്യത്തിൻ്റെ തലതൊട്ടപ്പൻ എന്ന് പറയുന്നത് നിതീഷ് കുമാറാണ്. നിതീഷ് കുമാർ തന്നെ ആദ്യമേ ഈ സഖ്യത്തിൽ നിന്നും പിൻവാങ്ങി. പിന്നീടുള്ള പ്രബലയായ ഒരു നേതാവ് ദീദി വെസ്റ്റ് ബംഗാളിൻ്റെ ചീഫ് മിനിസ്റ്റർ ആയിരുന്നു. മമതാ ബാനർജി ആയിരുന്നു മറ്റൊരു പ്രധാനപ്പെട്ട പ്രബലയായ നേതാവ് ഇന്ത്യ സഖ്യത്തിലുള്ളത്. ഇതിനോടകം തന്നെ TMC അവരുടെ നിലപാട് വ്യക്തമാക്കി. അടുത്ത വർഷം നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഇടതുപക്ഷ സഖ്യത്തിൽ അല്ലെങ്കിൽ ഇടതുപക്ഷവുമോ കോൺഗ്രസുമായോ സഖ്യത്തിനില്ല, അതായത് ഇന്ത്യ സഖ്യത്തിൽ മത്സരിക്കാനില്ല എന്ന് തൃണമൂൽ കോൺഗ്രസും ഇതിനോടകം വ്യക്തമാക്കി കഴിഞ്ഞു. മാത്രമല്ല, എല്ലാ സഖ്യകക്ഷികൾക്കും സമാജ്വാദി പാർട്ടി അടക്കമുള്ള മുഴുവൻ കക്ഷികൾക്കും കോൺഗ്രസിൻ്റെ പല നിലപാടിനോടും എതിർപ്പാണ്. പ്രത്യേകിച്ച് ഈ സീറ്റ് വിഭജന ചർച്ചയുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ അവിടെല്ലാം കോൺഗ്രസ് ഏകപക്ഷീയമായ നിലപാട് സ്വീകരിച്ചു എന്നുള്ള വിമർശനങ്ങളായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ കേട്ടിരുന്നത്. പിന്നീട് സഖ്യത്തിൻ്റെ യാതൊരുവിധ യോഗങ്ങളോ അത്തരത്തിലുള്ള മീറ്റിങ്ങുകളോ ഒന്നും തന്നെ ഔദ്യോഗികമായി ചേരാൻ പോലും കോൺഗ്രസ് അതിന് മുൻകൈ എടുത്തില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് കോൺഗ്രസിന് വലിയ ഭയമുള്ളിൽ നിൽക്കുന്നു. അത്തരമൊരു മീറ്റിംഗ് അല്ലെങ്കിൽ അങ്ങനെ ഒരു യോഗം കൂടിയാൽ സ്വാഭാവികമായും വലിയ വിമർശനം കോൺഗ്രസിനെതിരെ ഉയരുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പ്രതിപക്ഷ നേതാവിനെതിരെ ഉയരുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇതിനോടകം തന്നെ പ്രതിപക്ഷ നേതാവ് വേണ്ട രീതിയിൽ ഭരണപക്ഷത്തിനെതിരെ ആഞ്ഞടിക്കുന്നില്ല എന്നുള്ള വിമർശനങ്ങൾ ഉയർന്നു കഴിഞ്ഞു. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലുള്ള പ്രവർത്തനം രാഹുലിൻ്റെ വളരെ ശുഷ്കിച്ച പ്രവർത്തനമാണ് എന്നുള്ള വിമർശനങ്ങൾ സഖ്യത്തിലെ സമാജ്വാദി പാർട്ടി അടക്കമുള്ള ഈ പാർട്ടികൾ മുന്നോട്ട് വെക്കുന്നു. ഇതിനിടയിലാണ് ഇപ്പോൾ CPI അവരുടെ കരട് പ്രമേയത്തിൽ ഈ സഖ്യ സാധ്യതകൾ പൂർണ്ണമായും അവസാനിക്കുന്ന തരത്തിലേക്കുള്ള പ്രസ്താവനകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സുരേഷ്, ഡൽഹിയിൽ നിന്നും S. നന്ദഗോപനാണ് വിശദാംശങ്ങൾ നൽകിയത്.